ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷത്തിനുണ്ടായ ഒരു വമ്പൻ പരാജയം. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരിടത്തു മാത്രം കനലെന്ന പേരിൽ കത്തി നിൽക്കുന്ന കെ രാധാകൃഷ്ണൻ. ബാക്കി 19 ലോക്സഭാ സ്ഥാനാർത്ഥികളും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുന്നു. തൃശൂരിൽ ആദ്യമായി NDA അധികാരത്തിൽ എത്തുകയും ചെയ്യുന്നു. അതായത് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ ഒരു സീറ്റിൽ വിജയിച്ചു നിൽക്കുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായി കേരളക്കരയിൽ താമര വിരിയിച്ച NDA സുരേഷ് ഗോപിയിലൂടെ തൃശ്ശൂരിൽ BJP വിജയിച്ചു നിൽക്കുമ്പോൾ അവിടെ NDAയ്ക്കും ഒരു സീറ്റ്, LDFനും ഒരു സീറ്റ്. അതായത് സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷവും BJPയും തുല്യാതുല്യ ശക്തികളായി മാത്രം കേരളത്തിൽ നിൽക്കുന്നു എന്ന് സാരം. മറുഭാഗത്ത് 18 സീറ്റുകളിൽ വമ്പൻ വിജയം കൈവരിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നേറ്റം ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഈ പരാജയത്തിന് ശേഷം നിയമസഭ കൂടുമ്പോൾ ആ സഭയ്ക്ക് പ്രാധാന്യം വളരെ ഏറെയാണ്. ഒപ്പം അവിടെ നടക്കുവാൻ പോകുന്ന ചർച്ചകൾ, അവിടെ ഉണ്ടാകുവാൻ പോകുന്ന ഉരുത്തിരിഞ്ഞു വരുവാൻ പോകുന്ന രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ പ്രാധാന്യം ഏറെയായിരിക്കും. തർക്കങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഏറെയാണ്, ആരോപണങ്ങൾ ഉന്നയിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഏറ്റവും ഒടുവിൽ TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെ കുറ്റവാളികൾക്ക് ജാമ്യം അനുവദിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ആരോപണത്തെ സ്പീക്കർ മുഖ്യമന്ത്രിക്ക് പകരം സ്പീക്കർ ഇടപെട്ടുകൊണ്ടാണ് അതിനെ ചെറുത്തു നിന്നത്. ഇതിനെതിരെയൊക്കെ വലിയ പ്രതിഷേധവും സമരങ്ങളും ഒക്കെ ആയിരുന്നു നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ നേതാവായ VD സതീശന്റെ നേതൃത്വത്തിൽ അവിടെ നടന്നത്. അവിടെ കാര്യമായ രീതിയിലുള്ള ഒരു തർക്കമുണ്ടായത് സ്പീക്കർ ഷംസീറും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലായിരുന്നു. ആ തർക്കത്തിന് ശേഷമാണ് ഇന്ന് നിയമസഭ കൂടിയപ്പോഴും അത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഷംസീറും തമ്മിലൊരു വാക്ക് തർക്കം അവിടെ ഉണ്ടാവുകയും ചെയ്തു. ആ തർക്കത്തിന്റെ പ്രധാന കാരണം സിദ്ദിഖാണ്. സിദ്ദിഖ് സഭയിൽ ഉന്നയിച്ച +1 വിദ്യാർത്ഥികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലബാറിലെ വിദ്യാർത്ഥികളെ അവഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടിക്കെതിരായി ഉന്നയിച്ച 1-2 ചോദ്യങ്ങൾ, ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ച ചോദ്യങ്ങൾ, സിദ്ദിഖ് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി സ്പീക്കർ ഷംസീർ നൽകിയ ചില കമന്റുകളാണ് ഈ തർക്കത്തിന്റെ മൂല കാരണങ്ങളായി മാറിയത്. അതായത് സഭയിലെ ചോദ്യോത്തര വേളയിൽ ശിവൻകുട്ടിക്കെതിരായി സിദ്ദിഖ് ഒരു ചോദ്യം ഉന്നയിക്കുന്നു. മലബാറിലെ +1 വിദ്യാർത്ഥികളുടെ സീറ്റിലെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. കുറച്ച് വിശദീകരിച്ചുകൊണ്ട് സമയമെടുത്ത് തന്നെയാണ് സിദ്ദിഖ് ആ ചോദ്യം ഉന്നയിക്കുന്നത്. എന്നാൽ സിദ്ദിഖിന്റെ ചോദ്യം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഷംസീർ പറയുകയാണ്, സിദ്ദിഖ് താങ്കളുടെ ചോദ്യം ആർക്കും തന്നെ മനസ്സിലായിട്ടില്ല എന്ന ഒരു ആക്ഷേപ രൂപേണയുള്ള ഒരു കമന്റ് സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിന് മറുപടി നൽകുവാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി എഴുന്നേൽക്കുമ്പോൾ ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അതിനെതിരായിട്ടുള്ള എതിർപ്പ് അറിയിക്കുകയാണ്. അതായത് സിദ്ദിഖ് ചോദിച്ച ചോദ്യത്തിന് സ്പീക്കർ അത്തരത്തിലൊരു കമന്റ് പറയേണ്ട ആവശ്യമില്ല. ആ കമന്റ് ഒരു MLA എന്ന രീതിയിൽ അദ്ദേഹത്തെ ഒരു സഭയിൽ വെച്ചുകൊണ്ട് ആക്ഷേപിച്ചതിന് തുല്യമാണ്. അത്തരത്തിലൊരു കമന്റ് ഷംസീർ എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു സഭാ അംഗം എന്ന രീതിയിലോ ഏറ്റവും ഉപരിയായി സ്പീക്കർ എന്ന രീതിയിലോ താങ്കൾ ചെയ്യുവാൻ പാടില്ല എന്നൊരു താക്കീതും പ്രതിഷേധവും പ്രതിപക്ഷ നേതാവ് VD സതീശൻ സഭയിൽ ഉന്നയിക്കുകയാണ്. അതായത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സ്പീക്കറും VD സതീശനും തമ്മിലുള്ള പോരാട്ടമാണ് സഭയ്ക്കുള്ളിൽ കാര്യമായി നിൽക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ നിശബ്ദത കൃത്യമായി പാലിക്കുന്നുണ്ട്. അതായത് പരാജയത്തിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്നും ഒപ്പം നിൽക്കുന്ന ഘടകകക്ഷികൾക്കുള്ളിൽ നിന്നുമൊക്കെ വലിയ ആരോപണവും ആക്ഷേപവും ഒക്കെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ കാര്യമായ രീതിയിലൊന്നും സഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബ്ദം ഉയർത്തുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. അതായത് അത്തരത്തിലുള്ളൊരു നിശബ്ദത പിണറായിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് മറച്ചുവെക്കുക എന്ന തരത്തിലേക്കായിരിക്കണം മുഖ്യമന്ത്രി മറുപടി പറയേണ്ട പല കാര്യങ്ങളിലും ഷംസീർ പ്രതിരോധം തീർക്കുകയാണ്. അത്തരത്തിൽ ഷംസീർ മുഖ്യമന്ത്രിക്ക് പറയേണ്ട കാര്യങ്ങളിൽ മറുപടി പറയുമ്പോഴാണ് VD സതീശൻ പലതരത്തിൽ അതിനോട് പ്രതികരിക്കുന്നത്. ഇന്ന് നടന്ന ഈ വലിയ ഒരു തർക്കത്തിന്റെ പ്രധാന കാരണം സിദ്ദിഖിനെതിരെ സ്പീക്കർ ഷംസീർ നടത്തിയ ചില ആക്ഷേപപരമായ ഒരു കമന്റാണ്. എന്തായാലും കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ടുള്ള ഈ തർക്കം, അതായത് സ്പീക്കറും VD സതീശനും തമ്മിലുള്ള തർക്കം ആ സഭയിൽ പ്രധാന ഒരു കാര്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാം, 1 മിനിറ്റ് എടുത്തിട്ടില്ല, 50 സെക്കൻഡ് ആയപ്പോ അങ്ങ് തടസ്സപ്പെടുത്തി. ഒരു മെമ്പർ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ട് അങ്ങ് ചെയറിലിരുന്ന് പറയാണ് ആ ചോദ്യം അവിടെ ആർക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ അവകാശം. മെമ്പർക്ക് ജനപ്രതിനിധിയായിട്ട് കയറി വരുന്ന ആളുകൾ
ചോദ്യോത്തരം ടു ദ പോയിന്റ് ആയിരിക്കണം. അല്ലാതെ 1.5 മിനിറ്റും 1.25 മണിക്കൂറും ചോദിക്കുന്നത് ശരിയല്ല. അതാണ് എന്റെ അഭിപ്രായം. പ്രതിപക്ഷങ്ങളോടല്ല, അവരോടും പറയാറുണ്ട്. 2 പക്ഷത്തോടും അഭിപ്രായം പറയാറുണ്ട്. പ്രതിപക്ഷത്തോടും ഭരണപക്ഷത്തോടും ഒരുപോലെ പറയാറുണ്ട്. യെസ്, ഉത്തരം പറയും. ബഹുമാനോട് മിനിസ്റ്റർ അങ്ങ് ഉത്തരം പറയും.